A+2 സ്വാഗതം. ഇന്ന് 19 പദ്ധതികൾ, വിവിധ ധനസഹായങ്ങൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഇത് വിവിധ ധനസഹായങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായും കാണുക. കാരണം ഓരോ ധനസഹായങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരവും പങ്കുവെക്കുകയാണ്. പക്ഷേ ധനസഹായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരമാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഓരോ വിശദ വിവരങ്ങളും ഓരോ പദ്ധതികളെക്കുറിച്ചിട്ടുള്ളത് പിന്നീട് വിവിധ എപ്പിസോഡുകളായി നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇത് 19 സേവനങ്ങൾ എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായങ്ങൾ, ഭിന്നശേഷി ഡിസേബിൾഡ് പേഴ്സൺസിന് ഉള്ള ധനസഹായങ്ങൾ, സർക്കാർ ധനസഹായങ്ങളാണ് കേട്ടോ. ഇത് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളാണ്. ഈ പദ്ധതികൾ ഏതെല്ലാമാണ്, അതിനുവേണ്ടി നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണം, ആദ്യമേ അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാനങ്ങ് പറയാം. sunita.sjd.kerala.gov.in എന്ന ഒരു പോർട്ടലാണിത്. ഇത് സാമൂഹ്യ നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാരിൻ്റെ കീഴിലുള്ള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതികളാണ്. ഈ പദ്ധതികൾക്ക് ഈ സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിവരം ഞാൻ പറഞ്ഞു. ഈ സൈറ്റിൽ പ്രവേശിച്ചാൽ ഓരോ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് സീനിയർ സിറ്റിസൺസിന് കിട്ടുന്ന ധനസഹായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വയോമധുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം നിങ്ങൾ അപേക്ഷിക്കാൻ അർഹത BPL വിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ള വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഇത് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിനു വേണ്ടിയും നേരത്തെ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ പദ്ധതി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ്. അതും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് വേണ്ടി കൃത്രിമ ദന്തനിര വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ്. സൗജന്യമായി കിട്ടുന്നതാണ്. അതിന് നമുക്ക് അപേക്ഷിക്കാം. ഇനി ഭിന്നശേഷിക്കാരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് സ്വാശ്രയ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അത് ഭർത്താവ് മരിക്കുകയോ ഉപേക്ഷിക്കുകയോ പെട്ട സ്ത്രീകൾക്ക് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അതിനു വേണ്ടി ഒരു സഹായം നൽകുന്നുണ്ട്. അവർക്ക് സൗജന്യ സ്വയം തൊഴിൽ ധനസഹായം ലഭിക്കും എന്നുള്ളതാണ് ഈ സ്വാശ്രയ പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പദ്ധതി മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് ഭിന്നശേഷിക്കാരായ അമ്മമാർ ഈ പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധനസഹായമാണ്. അടുത്തത് പരിണയം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് ഭിന്നശേഷി മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ധനസഹായമാണ് ഈ പരിണയം. അവർക്കുള്ള ഒരു ധനസഹായ പദ്ധതിയാണ്. അത് മറ്റൊരു പദ്ധതി ഈ സ്കോളർഷിപ്പ് പദ്ധതികളാണ്. അത് ഡിഗ്രി മുതൽ PG പ്രൊഫഷണൽ തലം വരെ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ്. ഒരു പ്രത്യേക അവാർഡാണ് ഈ പദ്ധതി. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദൂര വിദ്യാഭ്യാസത്തിനും ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള ധനസഹായം ലഭിക്കും. അത് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ലഭിക്കുന്നതാണ്. ആ ഡിഗ്രി തലത്തിൽ, PG തലത്തിൽ, പ്രൊഫഷണൽ തലത്തിലുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക ധനസഹായ പദ്ധതിയാണ്. ഇന്ന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ PG തലം വരെ ഉള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ്. വിദ്യാജ്യോതി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. അത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഇനി മറ്റൊരു പദ്ധതി വിദ്യാകിരണമാണ്. അത് ഭിന്നശേഷിക്കാരായ പേരൻസിൻ്റെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ്.
ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാമല്ലോ. ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർക്ക് ആ വിഭാഗത്തിൽപ്പെട്ട വരുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് 7ാം ക്ലാസ് മുതലുള്ള സ്കോളർഷിപ്പിന് പദ്ധതി നിലവിലുണ്ട്. അത് ഡിഗ്രി മുതൽ PG തലം വരെയുള്ള ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് സഫലം എന്ന പേരാണുള്ളത്. ആ പദ്ധതിക്കും അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഇനി ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ധനസഹായ പദ്ധതിയും നിലവിലുണ്ട്. ഇവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള ധനസഹായം ഉണ്ട്. ഇവരുടെ വിവാഹ ധനസഹായവും ഉണ്ട്. ഇതൊക്കെയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനു വേണ്ടി ഈ വിഭാഗം സാമൂഹ്യ നീതി വകുപ്പ് സുനീത പോർട്ടൽ വഴി നൽകുന്ന ധനസഹായങ്ങൾ. ഇനി പ്രവേശൻ വിഭാഗത്തിൽപ്പെടുന്നവർ, തടവ് ശിക്ഷ അനുഭവിക്കുന്നവരും അതുപോലെ തടവ് ശിക്ഷ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഉള്ളവരും നല്ല നടപ്പിന് ശിക്ഷിക്കപ്പെട്ടവർക്കുമുള്ള ധനസഹായ പദ്ധതികൾ വിവിധ പദ്ധതികളുണ്ട്. ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്ക് ധനസഹായമുണ്ട്. അത് വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കും. അതുപോലെ ജയിൽ മോചിതരായ ആളുകൾക്ക്, പ്രവേശൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ധനസഹായം ഉണ്ട്. അവരുടെ അതിക്രമത്തിനും അതുപോലെ അതിക്രമത്തിനെ തുടർന്ന് പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും വേണ്ടിയുള്ള ധനസഹായങ്ങളുണ്ട്. ഇത് സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങളാണ്. തടവുകാരുടെ മക്കൾക്ക് വിവാഹ ധനസഹായവും ഉണ്ട്. ഇതെല്ലാം സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന പദ്ധതികളാണ്. 19 പദ്ധതികളെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതിൽ ഓരോ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിവിധ ദിവസങ്ങളിലായി ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് സുനീതി എന്ന് പറയുന്ന പോർട്ടലിൽ നിന്ന് കിട്ടും. ഒരിക്കൽ കൂടി ഞാൻ പോർട്ടലിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. sunidhi.sjd.kerala.gov.in എന്ന് പറയുന്ന സൈറ്റാണ്. ഈ സൈറ്റാണ് ഈ പോർട്ടലിൻ്റെ സൈറ്റ്. ഇതിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് കയറാം. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിശദ വിവരങ്ങളും അപേക്ഷാ ഫോറവും അതിൽ നിന്ന് തന്നെ കിട്ടും. ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഈ വേഗത്തിൽ പറഞ്ഞു പോയത് കൂടുതൽ സമയം എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സംശയമുള്ളവർ ഒരു പ്രാവശ്യം കൂടി ഇത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, കാണുക. ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് ഉറപ്പായിട്ടും പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ചോദ്യങ്ങൾ അയക്കുന്നതാണ് ഉചിതം. നന്ദി.